ഞാൻ മനസ്സിലാക്കിയ സംഭവം എന്താ വെച്ചാൽ ഒരു എമ്പതി നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. എമ്പതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫർഹാൻ എൻ്റെ ഒരു കസ്റ്റമറാണ്, എൻ്റെ ഒരു സർവീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളാവണം. ഒരു കസ്റ്റമർ പോയിന്റ് നിങ്ങളെ പെയിൻ പോയിന്റ് ഞാൻ മനസ്സിലാക്കണം. നിങ്ങൾക്ക് എന്താണ് ആക്ച്വലി സത്യത്തിൽ എന്താ വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ മിനിമലായിട്ട് പെയിൻ ഇല്ലാതെ തന്നെ നിങ്ങളുടെ സൈഡിൽ നിന്നിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ട് അത് ട്രസ്റ്റ്ഫുള്ളായിട്ട് വർക്ക് ചെയ്തിട്ട് നിങ്ങൾ പൈസ കുറച്ച് കൂട്ടി ചോദിച്ചോ, കുഴപ്പമില്ല. ഞാൻ എൻ്റെ ഒരു വെച്ചാൽ ഞാൻ അങ്ങനെ ചീപ്പല്ല. നമ്മളുടെ ഇപ്പോൾ ഏതൊരു പ്രൊഡക്റ്റിലേക്കാട്ടെ ഞാൻ കുറച്ചൊരു പ്രൈസ് മാർജിൻ കീപ്പ് ചെയ്യണം, പക്ഷേ നമ്മൾ അതിൻ്റെ വാല്യൂ അവർക്ക് കൊടുക്കും ഉറപ്പായിട്ടും. അപ്പോൾ ആ കസ്റ്റമറെ നമ്മൾ അറ്റ് എനി കോസ്റ്റ് ബുദ്ധിമുട്ടിക്കില്ല. അവിടെ ഇനിയിപ്പോൾ ആ പ്രൊജക്റ്റ് ഇനിയിപ്പോൾ വേഴ്സ് കേസിൽ നമുക്ക് പ്രോഫിറ്റ് ഇല്ലാതാവുകയാണെങ്കിലും കൂടിയിട്ട് നമ്മളത് ചെയ്തു കൊടുക്കും. പുതിയ തലമുറയിലേക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ല ഉപദേശങ്ങൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, നിങ്ങൾ ഏറ്റവും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക. പൈസ എപ്പോഴും നമുക്ക് പിന്നീട് വരുന്നത് സെക്കൻഡറിയാണ്. അത് വന്നോളും, ഓട്ടോമാറ്റിക്കലി അത് വന്നോളും. പിന്നെ 100 ദിർഹംസിൻ്റെ ബിസിനസ് തരണവനും 10,000 തരണവനും ഒരേ കണ്ണിലൂടെ ഒരേ കൺസിഡറേഷനുകൾ കൊടുക്കണം, ഒരേ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അത് ഉറപ്പാണ്. അത് അങ്ങനെ ചെയ്യണം. അവന് ചെറിയ ഓർഡർ അല്ലെങ്കിൽ അവന് ചീപ്പാന്ന് പറഞ്ഞിട്ട് അവന് മാറ്റിയിരിക്കില്ല. നാളെ ഇവരായിരിക്കും ചിലപ്പം വലിയ ഓർഡർ കൊണ്ട് എല്ലാ അംശമുള്ളത് ഉറപ്പാണ്. അവൻ്റെ റെഫറൻസ് മതി.